Travel Stories. ഹായ്, ദ ട്രാവൽ സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഹംപി വിരൂപാക്ഷ ക്ഷേത്രം കണ്ട് പുറത്തിറങ്ങി. നമ്മൾ ആ ക്ഷേത്രകുളത്തിൻ്റെ വശത്തു കൂടിയാണ് പുറത്തിറങ്ങിയത്. ഉള്ളിലേക്ക് കയറിയത് പടിപ്പുര വഴിയായിരുന്നു. നമുക്കിനി ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹേംകുത ഹിൽ എന്ന ഹില്ലിലേക്ക് പോകാം. ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിന് വലതുവശത്താണ് അങ്ങോട്ടുള്ള പടികൾ. ആൽബർട്ട് അങ്ങോട്ട് നടന്നു തുടങ്ങി. ഒരു വെള്ളമൊക്കെ ഇത്ര ചൂടാണ്. നമുക്കിനി ഹേംകുത ഹില്ലിലെ വിശേഷങ്ങൾ കാണാം. ഹേംകുത ഹിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 30 ക്ഷേത്രങ്ങളുടെ ഒരു സമൂഹമാണ് ആ ഹില്ലിലുള്ളത്. നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച നമ്മൾ അമ്പരപ്പിക്കും. ഒരു വലിയ പ്രവേശന കവാടമാണ്. ആൽബർട്ട് നിന്ന് ചെറിയ വിശ്രമത്തിലാണ്. ഈ 30 ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങൾ ത്രികുട ടെമ്പിള്, പിന്നെ ഗണേശ ടെമ്പിള്, പിന്നെ ഒരു മനോഹരമായിട്ടുള്ള സൺസെറ്റ് പോയിൻ്റ് ഉണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ആരും തന്നെ ഇല്ല ഈ സമയത്തെ. ഞങ്ങൾ ഏകദേശം ഒരു മണിയോടെ അടുത്താണ് അങ്ങോട്ട് കയറുന്നത്. നല്ല ചൂടാണ്, ആരും അവിടെ ഇല്ല. നമുക്ക് അങ്ങോട്ട് കയറുമ്പോൾ കാണാം, അതായത് ഈ മലയിൽ നിന്ന് പാറ തുരന്നെടുത്ത് ഇത് പണിയാൻ വേണ്ടി എടുത്തിട്ടുള്ളതായിരിക്കണം. അതിൻ്റെ അടയാളങ്ങൾ കാണാം. അത് അവിടെ കൂടിയാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ത്രികുട ടെമ്പിളിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ആ ദൂരെ കാണുന്നതാണ് ത്രികുട ടെമ്പിൾ. ഈ ത്രികുട ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികുട, ഏക്കുട, ദ്വികുട അങ്ങനെ ഉണ്ട്. അത് ഒരു ഗർഭഗൃഹമുള്ള ക്ഷേത്രത്തിന് ഏക്കുട എന്നും, 2 ഗർഭഗൃഹമുള്ളതിന് ദ്വികുട എന്നും, 3 ത്രികുട എന്നും പറയും. ഈ ത്രികുട ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗർഭഗൃഹം വടക്കോട്ട് ദർശനമായിട്ടും മറ്റ് 2 ഗർഭഗൃഹങ്ങൾ പടിഞ്ഞാറും കിഴക്കുമായിട്ട് ദർശനമായിട്ടും ഉള്ളത്. ഇപ്പോൾ അവിടെ ആരും തന്നെ ഇല്ല. പൂജകൾ നടക്കുന്നതായിട്ടൊന്നും തോന്നുന്നില്ല. നേരത്തെ നടന്നിരുന്നു. അതിമനോഹരമായിട്ടൊരു മണ്ഡപമാണ് ത്രികുട ടെമ്പിളിൻ്റെ ഉള്ളിൽ. തൂണിലൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അവിടെ ആരും തന്നെ ഇല്ല. നമ്മളൊരു വല്ലാത്തൊരു ഏതോ ഒരു കാലത്തിൻ്റെ ഒരു മൂഡ് നമ്മളിങ്ങനെ പൊതിയും അതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ. നമ്മളങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഹംപിയിലെ ഏറ്റവും മനോഹരമായ വ്യൂ പോയിൻറ്റ് ത്രികുട ടെമ്പിളിൻ്റെ മുൻവശത്താണ് ഉള്ളത്. നമുക്ക് വിരൂപാക്ഷ ക്ഷേത്രവും അതിൻ്റെ ചുറ്റുമുള്ള മലനിരകളും ഒക്കെ നമുക്ക് കാണാം. നമ്മൾ കുറച്ച് മുമ്പ് ആ അമ്പലക്കുളത്തിനടുത്ത് നിന്ന് എടുത്ത മലനിരകളെക്കാളും ഭംഗിയിൽ നമുക്ക് കാണാം. എല്ലാ ഭാഗങ്ങളും നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. സൂം ചെയ്ത് നമുക്ക് കാണാവുന്നതാണ്. ഇത്രയും മനോഹരമായ ഒരു വ്യൂ പോയിൻറ്റ് ഞാൻ വേറെ ഇവിടെ കണ്ടിട്ടില്ല. നമ്മളിനി ത്രികുട ടെമ്പിളിൻ്റെ പുറകിൽ കൂടി നമുക്ക് സൺസെറ്റ് പോയിൻറ്റിലേക്ക് പോകാം. ഇവിടെ വേറെയും കുറച്ച് മണ്ഡപങ്ങളുണ്ടാകും. നമുക്ക് തിരിച്ച് വരുമ്പോൾ കവർ ചെയ്യാം. പരമാവധി അങ്ങോട്ട് കുറച്ച് മേളിലേക്ക് പോകാനുണ്ട് സൺസെറ്റ് പോയിൻറ്റിലേക്ക്. ഇവിടെയൊക്കെ നല്ല കാണുന്ന സൺസെറ്റ് പോയിൻറ്റ് വാച്ച് ചെയ്യാനുള്ള ഇരിപ്പിടങ്ങളാണ് കാണുന്നത്. നമുക്ക് ആ സൺസെറ്റ് പോയിൻറ്റിൽ അവിടുത്തെ മണ്ഡപമാണ് കാണുന്നത്. ആ കാണുന്ന മണ്ഡപമാണ് സൺസെറ്റ് പോയിൻറ്റിന് അടുത്തുള്ളത്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരുപാട് ചെമ്പക മരങ്ങളുണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ. ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളാണ്. ഇതിൽ പ്രധാനപ്പെട്ട 3 ക്ഷേത്രങ്ങളാണ് നമ്മളിപ്പോൾ 2 ക്ഷേത്രങ്ങളും ഒരു സൺസെറ്റ് പോയിൻറ്റുമായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോൾ സൺസെറ്റ് പോയിൻറ്റിനടുത്തെത്തി. ഇവിടെ നിന്ന് നമുക്ക് കാണാം അതിൻ്റെ ചുറ്റുമുള്ള പ്രകൃതി ഭംഗി. ആ ഒരു വഴി കൊടുത്തിട്ടുള്ളൂ. ആ വഴി ഒരു നിരവധി ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്, തടിയുടെ കല്ലിൻ്റെ ബെഞ്ചുകൾ. ആ ബെഞ്ചുകളിൽ ഇരുന്നിട്ട് ആൾക്കാർക്ക് സൺസെറ്റ് എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു വൈകിട്ടാകുമ്പോൾ തിരക്കുണ്ടാകുമായിരിക്കാൻ തോന്നുന്നു. അത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ സൺസെറ്റ് പോയിൻറ്റ്. ഞാൻ ഇതിനോട് അനുബന്ധിച്ചൊരു സൺസെറ്റ് പോയിൻറ്റ് കണ്ടത് ആൻഡമാനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത്രയും അതിമനോഹരം. ആൻഡമാനിൽ ഇത്രയും റീച്ചില്ല. അതൊരു ബീച്ചിനടുത്തുള്ളത്. ഇത് അങ്ങനെയല്ലല്ലോ. ഇത്രയും ഇടതൂർന്ന പിന്നെ പച്ചപ്പും മരങ്ങളും ഒക്കെ ഉള്ള അടുത്ത് മലകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അത് ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ എപ്പോഴെങ്കിലും വൈകിട്ട് ഈ പോയിന്റിൽ വരുന്ന കഴിഞ്ഞാൽ കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അവിടെ ഈ നടപ്പാത കൂടെ പോയിട്ട് ആ കല്ലിരുന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഒരു സൺസെറ്റ് പോയിൻ്റാണിത്. അപ്പോൾ ഞാൻ ഉച്ച സമയത്താണ് പോയതുകൊണ്ട് എനിക്ക് പിന്നെ വീണ്ടും ഹംപി രഥം ഇരിക്കുന്ന ടെമ്പിളിലേക്ക് പോകണം. വിട്ടാൽ ടെമ്പിളിലേക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ സൺസെറ്റ് വരെ വെയിറ്റ് ചെയ്തില്ല. ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കണ്ട ഈ സൺസെറ്റ് പോയി നോക്കുമ്പോൾ നമുക്ക് സൂം ചെയ്ത് നോക്കുമ്പോൾ ആ നഗരത്തിൽ നിന്ന് ഈ ഹംപി നഗരത്തിലേക്ക് വരുന്ന വണ്ടികളുടെ റോഡ് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുമുള്ള അമ്പലങ്ങളുടെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഞങ്ങളെന്തായാലും കുറച്ച് നേരം നിന്ന് എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. ചൂടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നല്ല കുറേ ചെമ്പക മരങ്ങൾ കേട്ടോ. ഈ
ഈ കല്ലിനിടയ്ക്ക് ചെമ്പമരങ്ങൾ വന്നത് ഞാൻ ചിലപ്പോൾ അമ്പലത്തിൽ പൂക്കൾക്ക് വേണ്ടി ആയിരിക്കും തോന്നുന്നു. ഇഷ്ടംപോലെ ചെമ്പമരങ്ങൾ. എന്തായാലും ഒരു വ്യത്യസ്തമായൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. ആരും നമുക്ക് അതിന് തിരക്കില്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റി, എല്ലാം കാണാനൊക്കെ പറ്റി. ഞങ്ങൾ കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്തു. ഇപ്പോൾ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഇതൊക്കെ ഉണ്ട്. ഇത് ഈ ഒരു പിന്നെ ഒരു കുളം പോലെ കാണുന്നില്ലേ, അതിനൊരു ഐതിഹ്യമുണ്ട് കേട്ടോ. അതായത് പിന്നെ ശിവനോട് തപസ്സരിക്കാൻ വന്നത് പാർവതി, ദൈവം ആഗ്രഹിച്ചത് ശിവൻ പാർവതിയെ വിവാഹം കഴിക്കണമെന്നായിരുന്നു. പാർവതി തന്നെയാണ് ഈ പറഞ്ഞ പമ്പാംബിക. പമ്പാ ക്ഷേത്രം എന്ന് പറഞ്ഞില്ലേ, പമ്പാംബിക എന്ന് വെച്ചാൽ പാർവതിയാണ്, വിരുവശ ശിവനാണ്. അപ്പോൾ ശിവൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട്, അതായത് ഗോഡ് ഓഫ് ലവിനെ അങ്ങോട്ട് വിട്ടു. മന്മഥൻ അമ്പ ചെയ്തപ്പോൾ ശിവനെ ദേഷ്യം വന്നു, മൂന്നാമത്തെ കണ്ണ് തുറന്നു. അപ്പോൾ ഇവിടുത്തെ ഈ പ്രതിമകളൊക്കെ ഉരുകിപ്പോയി. അങ്ങനെയാണ് ഈ കുളം രൂപപ്പെട്ടതൊരു ഐതിഹ്യമുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ത്രികുട ടെമ്പിളിൻ്റെ പിറകുവശത്തേക്ക് എത്തി. അവിടുത്തെ ഒരു അതിമനോഹരമായ ഒരു കൽമണ്ഡപം കണ്ടോ. ഇതിനടുത്തായിട്ടാണ് നമുക്ക് കുറച്ചും പറഞ്ഞാൽ അത് പറയുന്നത് മന്മഥ കോണ്ട എന്നാണ് പറയുന്നത്. കോണ്ട KOND എന്ന വാക്കിന് അത് കണ്ടേ പറയുന്നത് കുളം എന്നാണ്. അപ്പോൾ ശിവൻ്റെ മൂന്നാം കണ്ണിൽ നിന്ന് അഗ്നിയിൽ നിന്നാണ് കുളം രൂപപ്പെട്ടതെന്നാണ് ഐതിഹ്യം. ഈ ത്രികുട ടെമ്പിളിൻ്റെ പുറകിൽ നിന്നുള്ള കാഴ്ചയൊക്കെ വളരെ അതിമനോഹരമാണ്. ഈ ത്രികുട ടെമ്പിൾ പോലെ തന്നെയുള്ള 2-3 ടെമ്പിളുകൾ വേറെ ഉണ്ട്. നമ്മളിനി പോകുന്നത് കടലേക്കാലു ഗണേശ എന്നൊരു ക്ഷേത്രത്തിലേക്കാണ്. ഹേമകുത ഹില്ലിൻ്റെ തൊട്ട് അതിൻ്റെ എൻട്രൻസിനടുത്ത് ചേർന്നിട്ടുള്ള വേറൊരു എൻട്രൻസ് ആണ്. വേറൊരു ദിശയിലേക്ക് നടന്നു പോകണം. അവിടെയാണ് ഈ കടലേക്കാലു ഗണേശ ടെമ്പിൾ. കടലേക്കാലു എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രാം എന്നാണ്. അതായത് ഇംഗ്ലീഷിലെ ഗ്രാം, അതായത് പയർ എന്നാണ് അർത്ഥം. ഇത് ഇവിടുത്തെ ഒരു പ്രത്യേക 4.5 മീറ്ററുള്ള മോണോലിത്ത് സ്റ്റാച്ചു ആണ്. ഒറ്റക്കൽ പ്രതിമയാണ്. അസാമാന്യ വലിപ്പമുള്ളൊരു, ഞാൻ ഇത്രയും ഈ ഹംപിയിലെ ഏറ്റവും വലിപ്പമുള്ള ഒറ്റക്കൽ പ്രതിമ ഈ ഗണേശ പ്രതിമയാണ്. അവിടെ ഒരു കുട്ടി വന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അച്ഛനമ്മേനെ പിടിച്ചെടുത്തു. ഇതിനടുത്ത് ഇവിടെയും എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ കുറച്ചു മുമ്പ് കണ്ട അതിൻ്റെ എതിർവശത്താണ്, സൺസെറ്റ് പോയിൻ്റെ എതിർവശത്താണ് ഈ ക്ഷേത്രം വരുന്നത്, ഈ കടലേക്കാലു ഗണേശ ടെമ്പിൾ വരുന്നത്. ഇവിടെ കുറച്ച് പിന്നെ കല്ലിൻ്റെ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ സൺറൈസ് ആസ്വദിക്കാൻ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പുറത്ത് സൺസെറ്റ് ആകുമ്പോൾ ഇവിടെ സൺറൈസ് ആയിരിക്കണം. ഇവിടെ ചൂട് കാരണം ഞങ്ങൾക്ക് ദിക്കൊക്കെ തെറ്റിപ്പോയി. കാരണം ചൂട് ഭയങ്കര ചൂടാണ്. എൻ്റെ വണ്ടിയിലിട്ടിരുന്ന വാട്ടർ ബോട്ടിലൊക്കെ ഉരുകിപ്പോയി, അത്രയ്ക്ക് ചൂടായിരുന്നു. ഇപ്പോൾ ഏപ്രിൽ മെയ് മാസത്തിലേക്ക് ഇങ്ങോട്ട് വരുന്നവർ അത്യാവശ്യം ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ജ്യൂസ് ഒക്കെ ആയിട്ട് മാത്രമേ ഇങ്ങോട്ട് വരാവുള്ളൂ. ആവശ്യത്തിന് വെള്ളം. കാരണം മാർച്ച് പകുതിയിൽ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തെ ചൂടാണ്. എൻ്റെ ഫോൺ ഒരുപാട് തവണ ഓഫായി പോയി, ഓവർ ഹീറ്റായിട്ട്. അപ്പോൾ എപ്പോഴും വിൻ്ററിൽ മഴക്കാലത്തും അങ്ങനെ പ്ലാൻ ചെയ്തായിരിക്കും കൂടുതൽ നല്ല. മഴക്കാലത്ത് തെന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രിക്കോഷൻ എടുക്കുന്നത് നന്നായിരിക്കും. നമ്മൾ തിരിച്ച് നമ്മൾ ഗണേശ ടെമ്പിളിൽ നിന്ന് ഇനി അങ്ങോട്ട് കല്ലിൻ്റെ രഥമിരിക്കുന്ന വിജയ് വിറ്റാല ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് പോകാനുള്ള സമയം നമ്മൾ അത്യാവശ്യം ഇവിടെ ഈ ഹംപിയിലെ അത്യാവശ്യം പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.